ഹായ്, എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ വേണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. മൈദ താല്പര്യമില്ലാത്തവർക്ക് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി കൊണ്ട് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് സ്പ്രെഡാക്കി വെക്കുക. എന്നിട്ട് ഇതൊരു 20 മിനിറ്റ് മൂടിയിരിക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കൊന്ന് ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മീഡിയം സൈസ് സവോള ചെറുതാക്കി അരിഞ്ഞതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ സവോളയുടെ നിറം മാറേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വേണ്ടാൽ മതി. പിന്നെ അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് ക്യാരറ്റും കൂടി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പച്ചക്കറികളൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് മാറ്റം വരുത്താം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പോളം ക്യാബേജ് ചെറുതാക്കി അരിഞ്ഞതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അത് അവരവരുടെ ഇഷ്ടത്തിന് മാറ്റം വരുത്താവുന്നതാണ്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിത് മൂടി വെച്ചൊന്നും വേവിക്കുന്നില്ല, നമ്മൾ ഈ തുറന്ന് തന്നെ വെച്ചിട്ടാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഉപ്പുനീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇത് വേണമെങ്കിലും മൂടി വെച്ച് വേണമെങ്കിലും വേവിക്കാം. അപ്പോൾ ഒത്തിരി വേവേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ തുറന്ന് വെച്ച് വേവിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 സ്പൂണോളം സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്പൂണോളം വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, അതിലൊക്കെ അളവിലൊക്കെ മാറ്റം വരുത്താവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ചാറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചാറ്റ് മസാല ഇല്ലെങ്കിൽ ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് എടുത്തിട്ട് അതൊന്ന് ഉരുളകളാക്കുക. അപ്പോൾ ഒരേപോലെ വലുപ്പമൊന്നും വേണമെന്നൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തി എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ഞാൻ എല്ലാം ഇവിടെ നന്നായിട്ട് ഉരുളകളാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ മൈദയിൽ തന്നെ ഞാൻ മുക്കിയിട്ടാണ് ഇതൊന്ന് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ അത്രയും കനത്തിൽ പരത്തിയെടുത്താൽ മതി. ഒത്തിരി തിന്നാക്കാൻ വേണ്ട, ഒത്തിരി കട്ടി കൂടിയിട്ടുള്ളതും വേണ്ട. ആ ഒരു രീതിയിൽ ഇതൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കുക. ഈ ചാനലിൽ ഞാൻ വേറെയും കുറേ സ്നാക്ക് റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ബാക്കി റെസിപ്പീസും കൂടി ഒന്ന് നോക്കുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ വേണം. അപ്പോൾ ഇതിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം, ഒരേപോലെ ഷേപ്പിലൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊരു സൈഡൊക്കെ മുറിച്ച് കളഞ്ഞതിന് ശേഷം 4 ആക്കിയിട്ടാണ് ഒന്ന് മുറിക്കുന്നത്. അപ്പോൾ അങ്ങനെയും കൂടി ഒന്ന് മുറിച്ച് കൊടുക്കുക. ഇപ്പം ഞാനിതിവിടെ 4 ആയിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മറ്റേ പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ത്രികോണാകൃതിയിലോ അല്ലെങ്കിൽ റെക്റ്റാങ്കിളിലോ വരുന്ന രീതിയിലൊന്ന് മടക്കിയെടുത്താലും മതിയാകും. അപ്പോൾ ഞാനിതൊന്ന് ഒന്നിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുത്തേക്കാണ്. അപ്പോൾ ഇതിൽ ഇനി ഗ്യാപ്പില്ലാതെ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്താലും മതിയാകും. ഗ്യാപ്പ് വരാൻ പാടില്ല. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിലേക്ക് എണ്ണയൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് വീർത്തൊന്നും വരില്ല.
അപ്പോൾ ഇതിവിടെ നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഒരു ലവ് ഷേപ്പിലും കൂടി ഒന്ന് ആക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ഞാൻ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് ചെയ്തതാണ്. വീഡിയോ ഇടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ, പക്ഷേ ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ വലിയ ഹാർട്ട് ഷേപ്പ് ആണെങ്കിൽ കുറച്ചും കൂടെ വളരെ ഈസി ആയിരിക്കും. ഇപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ ഒത്തിരി ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ഷേപ്പ് ആകുമ്പോഴത്തേനും കുറച്ചും കൂടെ നല്ല വെറൈറ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെ ഫില്ലിങ് വെച്ചതിന് ശേഷം ഇതൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള ഷേപ്പിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വലുതാക്കി ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പരിപാടിയും കഴിയും, വളരെ ഈസി ആയിരിക്കും. ഇപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒത്തിരി തയ്യാറാക്കുന്നില്ല. അപ്പോൾ കട്ടറോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ കുപ്പിയും കൊണ്ട് തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഓട്സിൽ വെച്ചിട്ടാണ് ഇതൊന്ന് കവർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഓട്സ് എടുക്കുകയാണ്. അതൊന്ന് മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് 1/4 ടീസ്പൂണോളം ചാറ്റ് മസാലയും അതുപോലെ 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഓട്സ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിനുശേഷം അത് ഒന്ന് ചെറുതാക്കി ഒന്ന് പൊടിച്ചെടുത്തതാണ്. നന്നായിട്ട് പൊടിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് എണ്ണയിലൊക്കെ പെട്ടിട്ട് ആ പൊടിയെല്ലാം കരിഞ്ഞു പോകുമേ. പിന്നെ ഇതിന് ആവശ്യമായിട്ട് ഞാൻ 2 മുട്ടയാണ് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ കുരുമുളക് പൊടിയും കുറച്ച് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ കുരുമുളക് പൊടി ചേർക്കുന്നില്ല. അതിനുശേഷം ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് കൊണ്ടോ നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഈ കൂട്ട് ഇതിൽ മുട്ടയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഓട്സിലൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓട്സ് ഇല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്താലും മതിയാകും. ഇപ്പോൾ ബ്രെഡ് ക്രംസ് ആകുമ്പോഴത്തേനും നമ്മൾ അതിലേക്ക് ഉപ്പോ ചാറ്റ് മസാലയോ കുരുമുളക് പൊടിയോ അതൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. ബ്രെഡ് ക്രംസോ ഓട്സോ രണ്ടും ഇല്ലെങ്കിൽ സേമിയ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ടോ കവർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഓട്സ് കൊണ്ട് നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്, എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുകയും കൂടെ ചെയ്യാം. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ഞാനത് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായി ചൂടാകുമ്പോഴത്തേനും നമുക്കിതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇത് പെട്ടെന്നങ്ങ് കരിഞ്ഞു പോകും, പുറം ഭാഗമൊക്കെ കരിഞ്ഞു പോകും, ഉള്ളങ്ങ് വേവത്തുമില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കളർ മാറുന്നിടം വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ തയ്യാറാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി എല്ലാതും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.